യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം: പ്രതിസന്ധികളിൽ പതറാത്ത ജീവിതം. ധ്യാനത്തിനായുള്ള തിരുവചനം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ ലോക ജീവിതത്തിൽ നാം എല്ലാവരും അനേകം കഷ്ടതകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാറുണ്ട്. എന്നാൽ അവയെ നാം എങ്ങനെയുള്ള മനോഭാവത്തോടെ നേരിടുന്നു എന്നതാണ് പ്രധാനം. നാം സേവിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തെയാണ്. നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ഏത് അവസ്ഥയിലും പതറാതെ ജീവിക്കുവാൻ കഴിയും. അതിനായി നാം ചെയ്യേണ്ടത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതുപോലെ ദൈവം നമ്മെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ വിളിച്ചിട്ടുണ്ട്. ഈ ലോകത്തോട് അനുരൂപരാകാതെ ദൈവപുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനും കൂടെ. അങ്ങനെ നാം ജീവിക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് ദൈവം ഈ വചനത്തിലൂടെ ഉറപ്പു തരുന്നുണ്ട്. യോസേഫിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ഉൽപ്പത്തി 50-ാം അധ്യായം 20-ാം വാക്യം: സഹോദരന്മാർ ദോഷം ചെയ്യുവാൻ വിചാരിച്ചതിനെ ദൈവം ഗുണമാക്കി തീർത്തു. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നാം എപ്പോഴും ഹൃദയത്തിൽ കരുതേണ്ടതും ഈയൊരു സത്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവായ യേശു നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകാവസാനത്തോളം നമ്മോടൊപ്പം ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവാണ് സ്വർഗീയ സമാധാനത്തിൻ്റെ ഉറവിടം. ലോകത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും നിന്ദകളും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ സമാധാനം നിറഞ്ഞ ജീവിതം നയിക്കാൻ യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ സാധിക്കുന്നു. ഈ ലോകത്തെയും പിശാചിൻ്റെ സകല അധികാരത്തെയും ജയിച്ച ക്രിസ്തു നമ്മോടൊപ്പം ഉള്ളതിനാൽ നാം ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല. ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ ജയോത്സവമായി വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തിൽ കഷ്ടതകൾ ഉണ്ടെങ്കിലും ലോകത്തെ ജയിച്ച കർത്താവായ അങ്ങ് ഞങ്ങളോടൊപ്പം ഉള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രതിസന്ധികളിൽ പതറാതെ അങ്ങിൽ പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോ ദിനവും ഓരോ നിമിഷവും സഹായിക്കണമേ, ശക്തീകരിക്കണമേ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി വിനയപ്പെടുത്തുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.